إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്. മുസ്ലിം ലോകത്ത് എന്നും പലതരത്തിലുള്ള ഭീഷണികളും ഭയപ്പാടുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും മുസ്ലിങ്ങൾ എന്നും ഒരു വേട്ടയാടപ്പെടുന്ന, എല്ലാവർക്കും കയറി വരാനുള്ള, ആക്രമിക്കാനും വെറുപ്പ് പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള ഒരു വിഭാഗമായിട്ട് ഇങ്ങനെ ചിത്രീകരിക്കപ്പെടുകയും ഏതാണ്ട് ചിലതൊക്കെ അങ്ങനെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാ സംഗതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ്. മുസ്ലിങ്ങളും ഏതാണ്ട് ഒരു ഭയപ്പാട്, എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ, ഏത് സംഗതിയായാലും സാമൂഹിക വിഷയങ്ങളാകാം, രാഷ്ട്രീയ വിഷയങ്ങളാകാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമൂഹവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലുമൊക്കെ വിഷയങ്ങളാകാം, ഏത് വിഷയങ്ങൾ വരുമ്പോഴും മുസ്ലിങ്ങളൊരാശങ്കയിലും ഭയപ്പാടിലും എന്ത് സംഭവിക്കും, ഇതിൻ്റെ പരിണി എന്തായിരിക്കുമെന്ന വലിയ ആശങ്ക. അങ്ങനെ ആശങ്കയിലും ഭയപ്പാടിലും ആക്കാൻ വേണ്ടി തന്നെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തൊക്കെ വന്നു ചേരുകയും വരുത്തി വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ വിശ്വാസികളാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരവും സ്വീകാര്യതയുമുള്ള ഒരു മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇവിടെ ആർക്കുമില്ലാത്ത ഒരു വലിയ യോഗ്യത നമ്മൾക്കുള്ളത്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട മതം ഇസ്ലാമാണ്. സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്ത മതം സ്വീകരിക്കുന്ന ഒരാളുടെ പക്കൽ നിന്നും അതൊന്നും അള്ളാഹു സ്വീകരിക്കില്ല
എന്ന് അള്ളാഹു പ്രഖ്യാപിച്ച ഒരു മതത്തിൻ്റെ ആളുകളാണ്, വിശ്വാസികളായ ആളുകളാണ് നമ്മൾ. ഇങ്ങനൊരവസ്ഥ നമ്മൾക്കുള്ളത് കൊണ്ട് ഒരു ഭയാശങ്കയുമില്ലാതെ എല്ലാ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ നമ്മൾക്കെതിരാണ് എന്ന ഭയമില്ലാതെ ഈ ഭൂമിയിൽ ധൈര്യമായിട്ട് ജീവിച്ചു പോകാവുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഭയപ്പാടും നമ്മൾക്ക് വേണ്ട. എന്തും നമ്മൾക്കെതിരായി വരുമെന്ന ഒരു പേടിയും നമ്മൾക്ക് വേണ്ട. ജാഗ്രത ആവശ്യമുള്ളിടത്ത് ജാഗ്രത സ്വീകരിക്കുക എന്നതല്ലാതെ നമ്മളിങ്ങനെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു വിഭാഗമല്ല. നമുക്ക് 3 കാര്യങ്ങൾ. ഒന്ന്, ശരിയായ ഈമാൻ, അത് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുക. അതുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു കരുത്ത് ഒന്ന് വേറെ തന്നെയാണ്. ഈമാൻ ശരിയായ നിലക്ക് നിലനിൽക്കുന്നുവെങ്കിൽ നല്ല കരുത്തരായിട്ട് നമ്മൾ നിലനിൽക്കാൻ കഴിയും. ഒരു ഭയവും നമ്മളെ ഏൽക്കില്ല. രണ്ടാമത്തേത്, നമ്മളെ സൃഷ്ടാവായ അള്ളാഹുവിനെ വിശ്വസിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അവനെ ഭരമേൽപ്പിക്കുക കാര്യങ്ങൾ. തവക്കുൽ എന്ന് നമ്മൾ പറയുന്നത് അതാണ്. നമ്മളെ പടച്ച് പരിപാലിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ നാഥൻ, അവനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവനെ ഭരമേൽപ്പിക്കുക. നമ്മൾ ആ ഭരമേൽപ്പിക്കുന്നതോടുകൂടി നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ബാക്കി അള്ളാഹുവിൽ അർപ്പിക്കുക. നമ്മൾക്ക് വലിയ സമാധാനം കിട്ടും, വലിയ സമാധാനം ലഭിക്കും. മൂന്നാമതൊരു കാര്യം അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ടത്, എപ്പോഴും നമ്മളുടെ മനസ്സ് നമ്മളുടെ സൃഷ്ടാവായ പടച്ചവനോട് തേടുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സുമായി നമ്മൾ ജീവിക്കുക. ഏത് കാര്യത്തിലും പടച്ചവനെ തവക്കുലാക്കുക, അവനോട് പ്രാർത്ഥിക്കുക. അവന്റെ വിശ്വാസത്തിൽ, അവനെ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഒരു കുറവും വരാതെ ജാഗ്രത പുലർത്തി മുന്നോട്ട് പോവുക. നല്ല ധൈര്യമായിട്ട് ജീവിക്കാവുന്ന ആളുകളാണ് നമ്മൾ. ഒരു ഭയപ്പാടും നമ്മളെ തീണ്ടുകയില്ല, തേടി വരികയുമില്ല. ഇതൊന്നുമില്ലാത്തവരാണ് നമ്മളല്ലാത്ത എല്ലാ ആളുകളും. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത നമ്മൾക്ക്. അതാണ് നമ്മൾ സഹായത്തിന് അർഹരാകാൻ കാരണം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തെ സഹായിച്ചാൽ, അള്ളാഹുവിന്റെ മാർഗത്തെ നിങ്ങൾ സഹായിച്ചാൽ, യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. ഒരു ചാഞ്ചല്യവും ഇല്ലാതെ, ഭയപ്പാടില്ലാതെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തും അള്ളാഹു. നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനെ സഹായിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തെ സഹായിക്കുക, അവന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മൾക്ക് അള്ളാഹുവിന്റെ സഹായം. എന്ത് കുതന്ത്രങ്ങൾ ഉണ്ടായാലും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല ആർക്കും. ഇത് നമ്മൾക്ക് വേണ്ട ഒരു ബോധ്യമാണ്. എന്ത് കുതന്ത്രങ്ങൾ ലോകത്താകെ കളിച്ചാലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ റസൂൽ വന്ന 1-ാം തീയതി തുടങ്ങിയതാണ് ഇസ്ലാമിനെതിരിൽ, മുസ്ലിങ്ങൾക്കെതിരിൽ. 1400 വർഷം കഴിഞ്ഞു. ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് 2050 വരുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള മതവിഭാഗം ഇസ്ലാമാകുമെന്നാണ്. ആ ആശങ്കയും ഭയവുമാണ് എല്ലാവർക്കും. ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ആളുകൾ ഇത് സ്വീകരിക്കുന്നു. കടുത്ത എതിരാളികളും ഇതിന്റെ അകത്തേക്ക് കയറി വരുന്നു. നമുക്കൊരു ഭയവും വേണ്ട. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങി മക്കയിൽ. വളരെ കുറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം റസൂല് മാത്രം, പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഏറ്റവും അടുത്ത സഹചാരി അബൂബക്കർ, ഇണയായി നിന്നിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, ജ്യേഷ്ഠന്റെ മകൻ അലി, മൂത്താപ്പാന്റെ മകൻ അലി, സെയ്ദ്, വീട്ടിൽ ജോലി ചെയ്തിരുന്ന സെയ്ദ്. നോക്ക്, അവരൊക്കെ വിശ്വസിച്ചു. അത്ര ആളുകളുള്ളൂ. അത് അവിടുന്ന് അങ്ങനെ തുടങ്ങി. ഇന്ന് ഈ ലോകത്ത് ഈ കാണുന്ന ഈ കോടിക്കണക്കിന് മനുഷ്യന്മാർ അവിടുന്ന് ഇങ്ങനെ വളർന്നു വന്നാണ്. ആ പ്രബോധന പ്രവർത്തനം നേരിട്ട പ്രതിസന്ധികൾ നമ്മൾ എപ്പോഴും കേൾക്കുകയും വായിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നതാണ്.
അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലണമെന്ന് അവർ തീരുമാനിച്ചു. അവർക്ക് അതല്ലാത്തൊരു മാർഗമില്ലായിരുന്നു. 10 വർഷം കഴിഞ്ഞു. 13ാമത്തെ വർഷത്തിലേക്ക് എത്തുകയാണ്. ആളുകൾ കൂടി വരികയാണ്. ഇവരെ എതിർക്കുന്നതിനനുസരിച്ച് ആളുകൾ കൂടുന്നു റസൂലുള്ളാഹിന്റെ കൂടെ. ദാറുൻ നദ്വയിൽ, കഅബയുടെ തൊട്ടടുത്തുള്ള ദാറുൻ നദ്വ എന്ന് പറഞ്ഞ സമ്മേളന ഹാൾ, കോൺഫറൻസ് ഹാൾ, ആ ഹാളിൽ അവർ യോഗം കൂടി. ഉത്ബ, ഷൈബ, വലീദ്, അതുപോലെയുള്ള ഏറ്റവും പ്രമുഖർ അവരൊക്കെയാണ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും കൂടി തീരുമാനിക്കുന്നത് ഈ മുഹമ്മദിനെ ഇനി എന്ത് ചെയ്യണമെന്നാണ്. അവർ തീരുമാനിച്ചത് ഒന്നുകിൽ അവനെ ബന്ധനസ്ഥനാക്കണം, അല്ലെങ്കിൽ കൊല്ലണം, അല്ലെങ്കിൽ നാട് കടത്തണം. ഈ മൂന്നാലൊന്നാണ് ചർച്ച നടക്കുന്നത്. അവസാനം അവർ ഒന്നിച്ച് തീരുമാനമെടുത്തൊരു കാര്യം, നമുക്ക് ഏറ്റവും ആദ്യഘട്ടം 13ാമത്തെ വർഷം, 12 വർഷം കഴിയുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. മുഹമ്മദിനെ കൊന്നുകളയുക. അതിനവർ തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ച്, നേർക്കുനേരൊരു അറ്റാക്ക് അല്ല. അവർ തീരുമാനിച്ചത് എന്താണ്? അവിടുത്തെ ഗോത്ര സംവിധാനമായതുകൊണ്ട് ഒരാളെ ഏതെങ്കിലും ഗോത്രത്തിൽ നിന്ന് കൊന്നുകളഞ്ഞാൽ അവിടുത്തെ നടപ്പനുസരിച്ച് ആ ഗോത്രക്കാരൊക്കെ മറ്റുള്ളവർക്കെതിരാവും. അവിടെ ഗോത്രമാണ് നോക്കുന്നത്, വേറൊന്നുമല്ല. അപ്പൊ ഏതെങ്കിലും ഒരു ഗോത്രക്കാരൻ കൊന്നാൽ ആ ഗോത്രക്കാർ പ്രതിയായി മാറും. അത് മാറാതിരിക്കാൻ വേണ്ടി അവർ സമർത്ഥമായി ഒരുക്കിയ തന്ത്രം, എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളയുക. എല്ലാ ഗോത്രത്തിന്റെയും പ്രതിനിധികൾ വേണം, എല്ലാവരും ഒന്നിച്ച് കൈകാര്യം ചെയ്യുക. എന്നാൽ ഖുറൈശികൾക്ക് ഒറ്റയ്ക്ക് നിന്ന് എല്ലാ ഗോത്രക്കാരെയും നേരിടാൻ കഴിയില്ല. അവരുടെ തന്ത്രം അതായിരുന്നു. ഇത് ഖുർആൻ അങ്ങനത്തെ അവർ ഉപയോഗിച്ച തന്ത്രം എന്നാണ് ഉപയോഗിച്ച്. അവസാനം അവർ ആ തന്ത്രം നടപ്പാക്കാൻ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട്. അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് അദ്ദേഹം. അള്ളാഹു സംരക്ഷിക്കും. യഅ്സിമുക മിനന്നാസ്, ഖുർആൻ ഉപയോഗിച്ച വാക്കതാണ്. ജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് നിന്നെ സംരക്ഷിക്കും. ഒരുപാട് സംഭവങ്ങളിൽ സംരക്ഷിക്കും, ഇവിടെയും സംരക്ഷിക്കും. അവസാൻ റസൂലുള്ളാഹ് എല്ലാ പദ്ധതിയും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു. അബൂബക്കർ സന്തത സഹചാരി അദ്ദേഹത്തോട് ഏർപ്പാടാക്കി. തന്റെ വീട്ടിൽ പകരം അലി റളിയല്ലാഹുവിനെ കിടത്തി അവരുടെ മുന്നിലൂടെ, വീട് വളഞ്ഞു നിൽക്കുന്ന അവരുടെ ഇടയിലൂടെ പുറത്തിറങ്ങി അബൂബക്കർ റളിയല്ലാഹുവിനെയും കൂട്ടി അദ്ദേഹം സൗർ എന്ന് പറയുന്ന ഒരു മലയുടെ ഗുഹക്കകത്ത് കയറിയിരുന്നു, രക്ഷപ്പെട്ടു. കൊല്ലാൻ അവർ കഴിഞ്ഞില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കുന്നത് ഇത് യംകുറു ബികല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ നിനക്കെതിരിൽ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ, അവിശ്വാസികളായ ആളുകൾ നിനക്കെതിരിൽ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക, ഒന്നുകിൽ നിന്നെ ബന്ധനസ്ഥനാക്കുക, അല്ലെങ്കിൽ നിന്നെ കൊല്ലുക, അല്ലെങ്കിൽ നാട് കടത്തുക. ഈ മൂന്നും നടക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ഉപദ്രവം ഒഴിവായി കിട്ടും. പക്ഷെ അവർ തീരുമാനിച്ചത് കൊല്ലണമെന്നായിരുന്നു. അതിനാണ് വീട് വളഞ്ഞത്. വയംകുറൂൻ, അവർ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. അടുത്ത വാക്ക് നോക്കുക, വയംകുറുല്ലാഹു, അള്ളാഹും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. അവിശ്വാസികൾ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു, അള്ളാഹു തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, ഏറ്റവും നന്നായി തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. അള്ളാഹു അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും പൊളിച്ച് നബിയെ രക്ഷപ്പെടുത്തി. എന്താ സംഭവിച്ചത്? അള്ളാഹുവിന്റെ റസൂലും അബൂബക്കർ ഗുഹയിലെത്തി, രക്ഷപ്പെട്ടു. നോക്ക്, അവിടെയും എത്തി ശത്രുക്കൾ. അവരുടെ ആവശ്യം നബിയെ കൊല്ലലാണ്. പുറത്തു കടന്നു എന്നറിഞ്ഞപ്പോൾ ഇളിഭ്യരായ അവർ, കാരണം അലി റളിയല്ലാഹുവിനെയാണ് നേരം വിളിക്കുമ്പോൾ അവർ കാണുന്നത് വീട്ടിൽ തനിക്ക് പകരം കിടത്തി അലി റളിയല്ലാഹുവിനെ. അലി റളിയല്ലാഹുവിനെ അവർ മർദ്ദിച്ചു. എവിടെ പോയെന്ന് അന്വേഷിച്ചു, അദ്ദേഹത്തിന് അറിയില്ല. അവസാനം പോയ വഴി അന്വേഷിച്ച് അവർ പോയി. ഇനാം പ്രഖ്യാപിച്ചു, തല വെട്ടി കൊണ്ടുവരുന്ന ആളുകൾക്ക് ഇനാം പ്രഖ്യാപിച്ചു. എല്ലാം കൊണ്ടും ഭീതിജനകമായ അവസ്ഥ, അങ്ങേയറ്റം ഭയപ്പാടും ആശങ്കയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. റസൂലും അബൂബക്കറും നിൽക്കുന്ന ഗുഹാമുഖത്ത് ശത്രുക്കൾ വന്നു.
പക്ഷെ അവർ കണ്ടില്ല, അവിടെ നിൽക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അവർക്ക് ഗുഹയിൽ നിന്ന് അവർക്ക് അദ്ദേഹത്തെ കാണാം. അള്ളാഹുവിന്റെ റസൂലെ, അദ്ദേഹം തന്റെ കാലിലേക്ക് എങ്ങാനും നോക്കിയാൽ, കീഴോട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ എന്നാണ്. അബൂബക്കറിന്റെ ഭയം എന്തായിരുന്നു അറിയോ? താൻ കൊല്ലപ്പെടുന്നതല്ല, തന്റെ കൂടെ നിൽക്കുന്ന അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലാണ്. തന്റെ മുമ്പിൽ വെച്ച് റസൂൽ പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്താൽ അത് സഹിക്കാവുന്ന ഒരാളൊന്നും അല്ല അബൂബക്കർ. അള്ളാഹുവിന്റെ റസൂലെ, അവരിങ്ങോട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ എന്ന്. അപ്പൊ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, യാ അബൂബക്കർ മാ ലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അതാണ് വിശ്വാസവും പ്രാർത്ഥനയും തവക്കുലും ഒക്കെ നിറഞ്ഞ വാക്ക്. അബൂബക്കറെ, ഈ രണ്ടു പേരുടെ കാര്യത്തിൽ എന്താണ് താങ്കൾ വിചാരിക്കുന്നത്? വല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായിട്ട് ഇവിടെ അള്ളാഹു ഉണ്ട്. ഈ രണ്ടുപേര് മാത്രമല്ല ഈ ഗുഹയിലുള്ളത്, മൂന്നാമനായിട്ട് അള്ളാഹു ഇവിടെ ഉണ്ട് നമ്മളുടെ കൂടെ. ആ അള്ളാഹു നമ്മളുടെ കൂടെയുള്ള അവസ്ഥയിൽ എന്ത് ഭയപ്പാടാണ് നമ്മൾക്ക്? മാ ലന്നുക യാ അബൂബക്കർ വല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായിട്ട് അള്ളാഹു നമ്മളുടെ കൂടെ നിൽക്കെ അബൂബക്കർ എന്താണ് നിന്റെ ഭയപ്പാട്? എന്താണ് നിന്റെ ധാരണ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അടുത്ത വാക്ക്, നീ ഒരിക്കലും ദുഃഖിക്കേണ്ട. ഇന്നല്ലാഹ മഅന, തീർച്ചയായിട്ടും അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നാണ്. ഇതൊരു വാക്യമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട, ഓർത്തു വെക്കേണ്ട ഒരു വാക്യം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ഒരിക്കലും ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നാണ്. ഇതാണ് വിശ്വാസികളുടെ നിലപാട്. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ള സർവശക്തനാണ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യം അത് മാറ്റാനോ തിരുത്താനോ ആർക്കും ആവില്ല. അള്ളാഹു എന്ത് ചെയ്താലും അള്ളാഹുവിന്റെ പ്രവൃത്തിയാണത്. അതിന് അധികാരമുണ്ടെന്ന് ആരുടെയും അഭിപ്രായം തേടേണ്ടതില്ല, ചോദിക്കേണ്ടതില്ല, ഒരു വിമർശനവും ഭയക്കേണ്ടതില്ല. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യും. അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യും. ആ അള്ളാഹുവിനെയാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നത്. നമ്മൾക്കൊരു ഭയാശങ്കയും ഒരു കാര്യത്തിലും വേണ്ട. ധൈര്യമായിട്ട് നമ്മൾ പോകണം. എല്ലാ കാര്യത്തിലും ജാഗ്രത എന്നത് എല്ലാ കാര്യത്തിലും ആവശ്യമുള്ളതാണ്. ഈ സംഭവത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ജാഗ്രത കൈകൊണ്ടു, അബൂബക്കർ ജാഗ്രത കൈകൊണ്ടു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചു. എന്താ തയ്യാറാക്കി വെച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ അബൂബക്കറിനോട് പറഞ്ഞു, നമ്മൾക്ക് ഇങ്ങനെ പോകേണ്ടതുണ്ട്. വീട്ടിൽ പോയി തലേ ദിവസം സാധാരണ വീട്ടിൽ കടന്നു ചെല്ലാത്ത സമയത്താണ് റസൂൽ കടന്നു ചെല്ലുന്നത്. അപ്പോൾ തന്നെ അവർക്ക് എന്തോ സംഭവമുണ്ട്, പന്തികേടുണ്ടെന്ന് തോന്നി. അബൂബക്കറിനോട് ചെന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ. അലി അള്ളാഹുവിനെ നേരത്തെ ഒരുക്കി വെച്ചു, ചട്ടം കെട്ടി നിർത്തി. അതാണ് ജാഗ്രത കൈകൊള്ളേണ്ടത്. തന്റെ സ്ഥാനത്ത് കിടത്തി. ശത്രുക്കളെ കബളിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, അത് ചെയ്തു. യാത്ര ചെയ്യാൻ മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടതുണ്ട്. ആ ഹിജ്റ പോകാൻ യാത്ര ചെയ്യേണ്ടതുണ്ട്. ഒട്ടകപ്പുറത്ത് സാധാരണ മട്ടിൽ 8 ദിവസം യാത്ര ചെയ്യേണ്ട ദൈർഘ്യമുള്ള സ്ഥലമാണ് മദീന. അതിനുള്ള ഒട്ടകങ്ങളെ, കഴിവുള്ള ഒട്ടകങ്ങളെ, വില കൂടിയ ഒട്ടകങ്ങളെ അബൂബക്കർ റളിയല്ലാഹു നേരത്തെ തയ്യാറാക്കി വെച്ചു. യാത്രക്കൊരുങ്ങിയപ്പോൾ റസൂൽ അതിന്റെ വില കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു ഒന്ന് തനിക്ക്, ഒന്ന് താങ്കൾക്ക് എന്ന് പറഞ്ഞു. വില കൊടുത്താ വാങ്ങിയത്, ഔദാര്യം സ്വീകരിച്ചില്ല. ആ ഒട്ടകപ്പുറത്ത് ഇരുന്നാണ് അവിടുന്ന് അങ്ങോട്ട് അവർ രണ്ടുപേര് യാത്ര ചെയ്തു. വഴിയിൽ യാത്രയ്ക്ക് വേണ്ടി സാധാരണമല്ലാത്ത വഴിയിൽ നിന്ന്, കാരവൻ പോകുന്ന സാധാരണ വഴിയിലല്ലാതെ മറ്റൊരു വഴിക്ക് യാത്ര ചെയ്തു, പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. ആ വഴി തിരിച്ചറിയാൻ ഒരു മുശ്രിക്കായ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന ഒരു ബാലനെ സജ്ജമാക്കി വെച്ചു. ഇതൊക്കെ ഒരുക്കി വെച്ചു. അള്ളാഹുവിന്റെ റസൂലാണ്, പക്ഷേ ജാഗ്രത വേണം. ആ ജാഗ്രത വളരെ ശ്രദ്ധയോടുകൂടി അവർ ചെയ്തിട്ട് അങ്ങനെ ആ യാത്ര ചെയ്ത് മദീനയിലെത്തി. അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല, സുരക്ഷിതമായിട്ട്. ഇവിടെ
നമ്മൾ അറിയേണ്ടത് വയംകുറൂന, അവർ കുതന്ത്രം ആവിഷ്കരിക്കും. വയംകുറുള്ള, അള്ളാഹു തന്ത്രം ആവിഷ്കരിക്കും. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹു ഏറ്റവും നന്നായിട്ട് തന്ത്രം ഉപയോഗിക്കുന്നവരാണ്. അതിനെ പൊളിക്കാൻ തകർക്കാനൊന്നും ആർക്കും കഴിയില്ല. പക്ഷെ ഇവിടെ ഒരു നിബന്ധനയുള്ളത്, ഒന്ന് ആ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹത്തിന് വിധേയമാകണമെങ്കിൽ, അള്ളാഹുവിൻ്റെ ഈ സഹായം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ അനിവാര്യമായിട്ടും അള്ളാഹുവിൻ്റെ വിശ്വാസം, അള്ളാഹുവിൻ്റെ വിശ്വാസം, അതിനുള്ള യോഗ്യത, അർഹത, അത് നമ്മൾ നേടിയിരിക്കണം. നമ്മൾ ശരിക്കും അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ചും അള്ളാഹുവിലെ വിശ്വാസം ഉറപ്പിച്ചുമാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞു, ഒന്ന് അള്ളാഹുവിലെ വിശ്വാസം, രണ്ട് എല്ലാ കാര്യങ്ങളിലും ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തിട്ട് അവനെ തവക്കുലാക്കുക, മൂന്ന് നമ്മുടെ മനസ്സ് എപ്പോഴും അവന്റെ നേരെ പ്രാർത്ഥിക്കുന്ന, തേടുന്ന ഒരു മനസ്സ് നമ്മൾക്കുണ്ടാവുക. ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഏത് പ്രതിസന്ധിയിലും അത് സഹായമായിട്ട് മാറും. അബൂബക്കർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്യം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ഒരിക്കലും ദുഃഖിക്കേണ്ട, ഭയപ്പെടേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അവർ തന്ത്രം ഉപയോഗിക്കുന്നു, യംകുറൂൻ, അവർ തന്ത്രം ഉപയോഗിക്കുന്നു, വയംകുറുല്ലാ, അള്ളാഹു തന്ത്രം ഉപയോഗിക്കുന്നു, വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹു ഏറ്റവും നന്നായിട്ട് തന്ത്രം ഉപയോഗിക്കും. അള്ളാഹുവിനെ തോൽപ്പിക്കാനൊന്നും ആർക്കും കഴിയില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, മുഴുവൻ കാര്യങ്ങൾക്കും എന്തിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്നതാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത്, ഏതൊരു സാഹചര്യത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, മറ്റു മേഖലകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും ഒക്കെ ഭയാശങ്കകൾ നിറക്കുക, ഭീതിപ്പെടുത്തുക. ഒരു ഭീതിയും വേണ്ട. നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സമാധാനമായിട്ട് നിൽക്കുക. കാരണം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മൾ സജ്ജമാകേണ്ട ഒന്നാമത്തെ ഭാഗം നമ്മുടെ ഈമാൻ ശക്തമാക്കുക, പടച്ചവനുള്ള പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുക, അവനെ പ്രാർത്ഥിക്കുകയും തേടുകയും ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമ്മൾക്ക് കിട്ടും. ഖുർആൻ പറഞ്ഞ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കാൽപാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ അഭിമുഖീകരിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചൊരു ചരിത്രമാണ്. ഏറ്റവും അധികം പേര് പ്രയോഗിച്ച മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ തന്നെയാണ്. അത്രയധികം സ്ഥലത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളെ കാലഘട്ടവും സമൂഹവും ഒക്കെ ആയിട്ട് ബന്ധം, സാദൃശ്യവും അതിനായിരിക്കും കൂടുതലുണ്ട്. അത്രയധികം പരാമർശങ്ങൾ വരുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ഈജിപ്തിലെ ആ കാലഘട്ടത്തിൽ അവിടെ അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രതിസന്ധി, മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ഇസ്രായേൽ വംശജർ, ഇസ്രായേലരാണ് അവർ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പ്രവാചക സമൂഹത്തിന്റെ പാരമ്പര്യത്തിലുള്ളവരാണ്. അവരാണ് ഇസ്രായേൽ, ബനി ഇസ്രായേൽ എന്ന് ഖുർആൻ പറയുന്നത്. ആ വംശത്തിലാണ്. ആ സമൂഹത്തെ നശിപ്പിക്കണമെന്ന് ഫറോവ തീരുമാനിച്ചു. ഫിർഔൻ തീരുമാനിച്ചു. അദ്ദേഹം ദൈവമാണ് എന്ന് അവകാശപ്പെട്ട ഒരാളാണ്. ഞാനാണ് ദൈവം, അന റബ്ബുക്കുമുൽ അഅ്ല, ഞാൻ പടച്ചവനാന്ന് പറഞ്ഞ ആളാണ്. അയാളുടെ തീരുമാനം ഈ സമൂഹത്തെ നശിപ്പിക്കണമെന്നാണ്. അവരിങ്ങനെ വളർന്നു വലുതായി തന്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. അദ്ദേഹം തീരുമാനിച്ച, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമുണ്ടായി, ഇസ്രായേലിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലണമെന്ന്. നമുക്കൊരു ഭരണാധികാരി
തൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രഖ്യാപിക്കുന്ന കാര്യം തൻ്റെ പ്രജകളിൽ ഒരു വിഭാഗത്തിന്റെ ആൺമക്കളെ മുഴുവൻ കൊല്ലണമെന്ന് തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു, നടപ്പാക്കി തുടങ്ങി. ആ നടപ്പാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വംശജരായ ആളുകൾക്ക് ആശങ്ക വന്നു. അതെന്താണ് ആശങ്ക എന്നറിയും? ഈ ആൺകുട്ടികളൊക്കെ ഇവരിങ്ങനെ നശിപ്പിച്ചു കളഞ്ഞാൽ ഇവർക്ക് പണിയെടുക്കാൻ പിന്നെ ആളുകളുണ്ട്. അവർ അടിമകളാക്കി വെച്ചാണല്ലോ, അടിമകളില്ലാതെയാവും. പിന്നെ ഇവരെന്നെ പണിയെടുക്കേണ്ടി വരും. അതൊരു അബദ്ധമാണ് എന്ന് അവർ മനസ്സിലാക്കി. പരാതി വന്നു. പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടത് ഒന്നിടവിട്ട വർഷങ്ങളിൽ വേണം കൊല്ലാൻ എന്നായി. പിന്നീട് അങ്ങനെ ഒരു വർഷം ജനിക്കുന്ന ആൺകുട്ടികളെ കൊന്നു, പിറ്റേ വർഷം ഇളവ് കൊടുത്തു. ആ ഇളവ് കൊടുത്ത സമയത്താണ് മൂസ അലൈഹിസ്സലാം കുഞ്ഞായിട്ട് അവിടെ ജനിക്കുന്നത്, ഈജിപ്തിൽ. അള്ളാഹുവിന്റെ തീരുമാനം നോക്കുക, അള്ളാഹുവിന്റെ തന്ത്രമാണത്. അദ്ദേഹം ജനിച്ചപ്പോൾ ഉമ്മാക്ക് ഭയമായി. അള്ളാഹു പറഞ്ഞു, അവർക്ക് മുലയൂട്ടുക. നീ ഭയപ്പെടുകയാണെങ്കിൽ അവൻ ആ നൈൽ നദിയിൽ ഒഴുക്കിയേക്കുക. അള്ളാഹുവിന്റെ നിർദ്ദേശം മൂസാ നബിയുടെ മാതാവിൽ അള്ളാഹു തോന്നിപ്പിച്ചതാണ്. മുലയൂട്ടി, പേടിയായി, കൊന്നുകളയുമോന്ന് ഭയണ്ട്, മറ്റു പലതൊക്കെ ഉണ്ടാവും, സാഹചര്യമൊക്കെ, സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഒഴുക്കി, നദിയിൽ ഒഴുക്കി. ചെന്ന് ചേരുന്നത് ഈ ഫിർഔന്റെ കൊട്ടാരത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹു ചെയ്യുന്ന പണി. അതേ ഫെറോവയുടെ കൊട്ടാരത്തിൽ, ആ കൊട്ടാരത്തിൽ ചെന്ന് ചേരുന്നു. അവരെടുത്തു വളർത്തുന്നു. ഫെറോവയുടെ ഭാര്യ പറഞ്ഞത്, വലീദ് നമ്മൾക്കൊരു വളർത്തുപുത്രനാക്കി നിർത്താം, അവനെ നമുക്ക് പോറ്റുമകനായിട്ട് വളർത്താം. ആ കൊട്ടാരത്തിൽ ഒരു കൊട്ടാരപുത്രനായിട്ട് മൂസാ അലൈഹിസ്സലാം വളരുന്നു. കൊല്ലാൻ കൽപ്പിക്കപ്പെട്ട സമൂഹത്തിലെ അംഗം ആ രാജാവിന്റെ അതേ കൊട്ടാരത്തിൽ വളരുന്നു. രാജകീയമായ സൗകര്യങ്ങളോട് കൂടിയാണ് ആ വളർച്ച. അടിമ വംശജനാണ്, പക്ഷെ വളരുന്നത് രാജകീയമായ പ്രൗഢിയോടും സൗകര്യത്തോടും കൂടിയാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ തീരുമാനം. സംഗതി വശാൽ അദ്ദേഹം നാട് വിടേണ്ടി വന്നു. തിരിച്ചു വരുന്നത് നബിയായിട്ടാണ്. സഹോദരൻ ഹാറൂനെയും കൂട്ടിയാ വരുന്നത്. ഈ ഫറോവയുടെ കൊട്ടാരത്തിലേക്കാണ് വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, മൂസ നീ ഇവിടെ വളർന്ന ആളാണല്ലോ. അതെ, ഞാൻ ഇവിടെ വളർന്ന ആളാണ്, ഞാനിവിടെ വളർന്ന ആളാണ്. നീ ഇസ്രായേല്യരെ അടിമകളാക്കി വെച്ചു എന്നത് എന്റെ പേരിൽ എടുത്തു പറയാവുന്ന ഒരു യോഗ്യതയൊന്നുമല്ല എന്ന് മൂസാ അലൈഹി ഇസ്ലാം അദ്ദേഹത്തോട് പ്രതികരിച്ചു. അവസാനം മൂസാ നബിയും ഈ ഫിറോനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. ആ ഫിറോൻ മൂസാ നബിയെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിറകെ പോകുന്നു. നീണ്ട കാലങ്ങൾക്കൊടുവിൽ സൈന്യ സമേതമാണ് പോകുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം ചെങ്കടലിന്റെ വക്കത്തെത്തി നിൽക്കുന്നു. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. മുന്നിൽ ആർത്തിരച്ച് നിൽക്കുന്ന സമുദ്രം, കടന്നു പോകാൻ കഴിയില്ല. പിന്നിലേക്ക് നോക്കുമ്പോൾ ഫിർഔനും കിങ്കരന്മാരും സർവ്വസന്നാഹത്തോടുകൂടി മൂസയെയും അനുയായികളെയും കൊല്ലാൻ വേണ്ടി വന്നു നിൽക്കുന്നു. മൂസാ നബിയുടെ ആൾക്കാർ പറഞ്ഞു, ഇന്നാല മുദ്രക്കൂൻ, മൂസയെ നമ്മളിപ്പോ പിടിക്കപ്പെടും കേട്ടോ, നമ്മളിപ്പോ പിടിക്കപ്പെടും. കാരണം കടലാണ്, പോകാൻ കഴിയില്ല, പിന്നിൽ ഫിർഔനും കിങ്കരന്മാരുമാണ്. മൂസാ നബിയുടെ മറുപടി, ഇന്ന മഴീ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി തുറന്നു തരുന്ന. അതാണ് ഈമാൻ, അതാണ് തവക്കുൽ. ആ ഒരു പ്രാർത്ഥനാ മനസ്ഥിതിയോട് കൂടിയാണ് നമ്മൾ പോകേണ്ട കാര്യം. ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അള്ളാഹുവിന്റെ കൽപ്പന വന്നു, അനിലിരിബ്യാസാക്കൽ ബഹർ, സമുദ്രത്തെ അടിക്കണമെന്ന കൽപ്പന വന്നു. സമുദ്രം പിളർന്നു. നോക്കൂ, സാധാരണ പ്രകൃതിയിൽ ഇല്ലാത്തൊരു സംഗതി നടത്തിക്കൊണ്ടാണ് മൂസാ നബിയെയും അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിക്കുക. അതാണ് അള്ളാഹുവിന്റെ സഹായം. അവർ ഒതുക്കുന്ന തന്ത്രത്തെക്കാൾ വലുതാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ളത്. മൂസാ നബിയും അനുയായികളും സമുദ്രം കടന്ന് അക്കരെ കടന്നു. ഫറോവയും കൂട്ടുകാരും പിന്നാലെ പോയി. ആ പിന്നാലെ ചെന്നപ്പോൾ അക്കരെ എത്തിയതിനു ശേഷം സമുദ്രം കൂടിച്ചേരുകയും ഫിറോവിനും കിങ്കരന്മാരും ആ സമുദ്രത്തിൽ മുക്കി ചത്തുപോവുകയും ചെയ്തു. അവർ തന്ത്രമൊരുക്കുന്നു, അള്ളാഹു തന്ത്രമൊരുക്കുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹു നന്നായിട്ട് തന്ത്രം ഒരുക്കാൻ കഴിയുന്നതാണ്. പക്ഷെ അനിവാര്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് അള്ളാഹുവിന്റെ സഹായത്തിന് അർഹത നേടുക എന്നതാണ്. ആ അർഹത നേടേണ്ടത് ശരിയായ ഈമാനോട് കൂടിയാണ്, നല്ല തവക്കുലോട് കൂടിയാണ്.
നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും മനസ്സ് അവനെ ഏൽപ്പിച്ചുകൊണ്ടുമാണ്. അങ്ങനെ ജീവിക്കാൻ നമ്മൾ സന്നദ്ധമാണെങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തെ നമ്മൾ സഹായിച്ചാൽ നമ്മളെ അള്ളാഹു സഹായിക്കും. ഏത് പ്രതിസന്ധിയിലും കൈവിടാതെ അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ടാവും. ആ പ്രതീക്ഷാ നിർഭരമായ മനസ്സോടുകൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒരാൾക്കും ദീൻ നശിപ്പിക്കാൻ കഴിയില്ല, അതിൻ്റെ മാർഗത്തിലുള്ളവരെ ഇല്ലാതാക്കാൻ കഴിയില്ല. അങ്ങനെ ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടേയില്ല. ആ ധൈര്യവും ആത്മവിശ്വാസവും നമ്മൾ നിലനിർത്തുക. അള്ളാഹുൽ തവക്കുൽ ചെയ്തുകൊണ്ട് സമാധാനത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. സർവശക്തൻ നമ്മയൊക്കെ അനുഗ്രഹിക്കും. അള്ളാഹുവേ, നിന്റെ തൗഫീക്കും അനുഗ്രഹവും അങ്ങേയറ്റം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ നാഥ. നമ്മുടെ രാജ്യത്തും നാട്ടിലും ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സമൂഹത്തിന് പടച്ചവനെ രക്ഷയും സമാധാനവുമായി നൽകി അതിനുള്ള മാർഗങ്ങൾ നീ തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകണേ നാഥ. ഇസ്ലാമിനെയും മുസ്ലിങ്ങൾക്കും എതിരിൽ നീങ്ങുന്ന എല്ലാവർക്കെതിരിൽ പ്രതിരോധിച്ച് നിൽക്കാൻ, ശക്തമായി പിടിച്ചു നിൽക്കാനുള്ള തൗഫീക്ക് പടച്ചവനെ നീ നൽകി അനുഗ്രഹിക്കുമാറാവണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്